പാത്തുസേ, നമ്മുടെ നാളത്തെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി കൊളായെന്ന് തോന്നണേ. നാളെ 2 സ്റ്റാഫ് വന്നാൽ മതി ഫ്ലാഗ് പോസ്റ്റ് ചെയ്യാന്നും പറഞ്ഞിട്ട് ഇതേ മെയിൽ വന്നിരുന്നു. ബാക്കിയുള്ളവരോടൊക്കെ സൂമി ജോയിൻ ചെയ്യാൻ. ജീവിതം ആകെ ഷോക്കായിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്തൊക്കെ ചെയ്യാ? ഞാനേ രതീഷ് ചേട്ടൻ്റെ ടീമിനൊക്കെ ഒന്ന് വിളിച്ചോട്ടെ, അവരുടെ അവസ്ഥ എന്താ നോക്കാം. അസ്ലംക്ക് എന്തായാലും അവരെ വിളിച്ച് കത്തിയടിച്ചിരിക്കാനല്ലേ. നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു പരിപാടി അവതരിപ്പിച്ചാലോ? ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ അല്ലേ നാളെ. എന്ത് പരിപാടി? ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട്. ക്വസ്റ്റ്യൻസാ? വേണ്ട വേണ്ട വേണ്ട, എനിക്കൊന്നും ഓർമ്മയൊന്നുമില്ല. അത് ശരിയാവില്ല. ഓർമ്മയില്ല എന്നൊക്കെ എനിക്കറിയാം. എന്നാലും നിങ്ങൾ കത്തിയടിച്ചിരിക്കണേലും ഭേദല്ലേ, ഒരു വെറൈറ്റി സംഭവം ആവൂലേ? അതൊക്കെ ശരി തന്നെ, പക്ഷെ ഞാൻ ചോദിച്ചു നോക്കട്ടെ. നോക്ക്, ഞാൻ പോയി ക്വസ്റ്റ്യൻസ് ഒക്കെ റെഡി ആക്കട്ടെ. അതെ, നമ്മള് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ടിട്ട് പാത്തൊരു പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്, ഒരു ക്വിസ് കോമ്പറ്റീഷൻ. എളുപ്പമുള്ള എന്തൊക്കെ ക്വസ്റ്റ്യൻ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം പാത്തു എന്താ പരിപാടി അവതരിപ്പിക്കുന്നത് നോക്കാം. നമുക്ക് ഉത്തരം അറിയില്ലെങ്കിൽ പാസ് പറയാമോ? ഓക്കെ, നമുക്കപ്പോ പാത്തുനെ ഇതിലേക്ക് കയറ്റാം അല്ലെ, മീറ്റിംഗിലേക്ക് കയറ്റാം അല്ലെ. ഹായ് പാത്തു. പാത്തൂസ്, എന്ത് പരിപാടി പറ? എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഇൻ അഡ്വാൻസ്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പൊ നമുക്ക് ഒരു ചെറിയൊരു ക്വിസ് കോമ്പറ്റീഷൻ നടത്താം. എല്ലാവർക്കും 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒരു ക്വസ്റ്റ്യന് 1 പോയിന്റ്. അപ്പൊ പാസ് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഫ്ലാഗ് തരും. ഞാനിപ്പോ തന്നെ ക്വിറ്റ് ചെയ്യട്ടെ. എന്നാല് ഈ ഫ്ലാഗ് പക്ഷെ അയച്ചു വരുമ്പോ റിപ്പബ്ലിക് ഡേ ആവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫ്ലാഗ് ഒന്ന് കാണാമോ? ഫ്ലാഗ് അത് നിർമ്മിതിയിലാണ്. അതെ, പ്രോസസ് അല്ല, അപ്പുകുട്ടൻ കാണേണ്ട കാര്യമില്ലല്ലോ, കാരണം അപ്പുകുട്ടന് കിട്ടില്ലല്ലോ. ഭീഷണി കാണാന്നൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാനോ അപ്പുറത്തിരിക്കണവരോട് ചോദിക്കാനോ അത് പറ്റില്ല. പാത്തുവിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് അസ്ലം നോക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. ഇല്ല, ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ അത് പാസ് ചെയ്യാം. ആ ചോദ്യത്തിന് ഹാഫ് പോയിന്റ് ആണ് ഉള്ളത്. നമുക്ക് ആൽഫബറ്റിക് ഓർഡറിൽ തുടങ്ങാം. ആൽഫബറ്റിക് ഓർഡർ ആണോ? അതെ, മതി അങ്ങനെയാണ്. സൂരജിന് ഭയങ്കര ചിരി. ഏറ്റവും അവസാനം സൂരജ്. ഒരു റൗണ്ട് അങ്ങോട്ടും ഒരു റൗണ്ട് ഇങ്ങോട്ടും. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഡിസെൻഡിംഗ് ഓർഡർ ആൽഫബറ്റിക്കിൽ പോയാലോ? സൂരജിന്റെ തടിയന്റെ പോരട്ടെ. അതാണ് ഏറ്റവും നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും എന്താ പറയാ, ഞങ്ങൾ എല്ലാരും ബഹുമാനിക്കുന്ന നമ്മുടെ രതീഷ്. അന്യായം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, എത്ര സമയം കൊണ്ട് ആൻസർ പറയാൻ പറ്റും? 10 സെക്കൻഡ്സ് ആണുള്ളത് ആൻസർ പറയാൻ. 10 സെക്കൻഡോ? ഇവരുടെയൊക്കെ പേരടയ്ക്കാൻ 10 മണിക്കൂർ വേണം. കോടീശ്വരന് പോയോ? 10 സെക്കൻഡ്. മണിക്കുട്ടിക്ക് ഇറങ്ങാൻ തന്നെ 10 സെക്കൻഡ് എടുക്കും. എനിക്കുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ രതീഷ് ചേട്ടനോടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? ഞാൻ കേട്ടില്ല കേട്ടോ, ഞാൻ കേട്ടില്ല. അതൊരു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ. അടുത്ത ചോദ്യം സൂരജിനോട്. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പിയോ? ദേശീയ പതാകയുടെ ശില്പി ആണെങ്കിൽ അടുത്തത് അസ്ലം. രതീഷേട്ടൻ. സൂരജിന് പറയണോ? പിംഗലി വെങ്കയ്യ.
അതെന്തായാലും അത് തന്നെയല്ലേ. അത് ഒരു പോയിന്റ് മേടിക്കുന്നു ക്രിസ്മസ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം. എന്നോടോ നമ്മള് സ്വാതന്ത്ര്യമല്ലേ കേട്ടിട്ടുള്ളൂ. ഒന്ന് രണ്ട് നമ്പറൊക്കെ ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3. അടുത്ത ബേസിലല്ലേ പാസ് ബേസിൽ 1872. 1857. അന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചതാര്? ഇതൊക്കെ ഒരു ക്വസ്റ്റ്യനാ. ഇത് പക്ഷപാതമാണ് കേട്ടോ. ഇത് പക്ഷപാതമാണ്. തടിയോട് പിങ്കിളി രംഗയ്യ. ഉരുക്കു മനുഷ്യൻ വല്ലഭായ് പട്ടേൽ. ആ ഫുൾ പേര് പറയണോ? സർദാർ 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 വല്ലഭായ് പട്ടേൽ. കറക്റ്റ് ആൻസർ ആണ്. എന്നോടൊക്കെ പാത്തു ടഫ് കൂട്ടി. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചതാര്? ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചതാര്? മഹാത്മാ രവീന്ദ്രനാഥ ടാഗോറാണോ? ഇതൊക്കെ എങ്ങനെ സാധിക്കണ്ട? കാണിച്ചു കൊടുക്കല്ലേ. പാത്തു അവൻ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. കേരള സിംഹം അത്ര പോകണ്ട പിടിക്കുന്നു. എന്താണ് നമ്മുടെ ഒളിപ്പോര് നടത്തിയ പഴശ്ശിരാജ. ഇതൊക്കെ ഒരു ക്വസ്റ്റ്യനാണോ പാത്തു? ഇന്ത്യയോടൊപ്പം ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന മറ്റ് 2 രാജ്യങ്ങൾ. ഒന്ന് അമേരിക്ക പറഞ്ഞോ. ഒന്ന് അമേരിക്ക പറഞ്ഞു. പാകിസ്ഥാൻ ഒന്ന് അന്റാർട്ടിക്ക പറഞ്ഞു. പാകിസ്ഥാനോ? ഓഗസ്റ്റ് 15 അല്ല 14 ആണ്. ഒരു ദിവസം മുന്നേ ഒരു ദിവസല്ലേ മണിക്കൂർ. വേറെ 2 രാജ്യങ്ങളുണ്ട്. കേട്ടിട്ടുണ്ട്. ഒന്ന് നേപ്പാൾ ആണോ? നേപ്പാൾ, മ്യാൻമർ, ഭൂട്ടാൻ, മ്യാൻമർ, മ്യാൻമർ, നേപ്പാൾ, ബംഗ്ലാദേശാണോ? ബംഗ്ലാദേശ്, അസ്ലം, കൊറിയ ഒരെണ്ണം സൗത്ത് കൊറിയ. ഒന്ന് പോരാ. രണ്ടും പറയണം. രണ്ടും പറയണം. ഇല്ല അത് പോരാ. അത് പോരാ. എന്നോട് സർദാർ പറയാത്തതുകൊണ്ട് മാർക്ക് കുറച്ച് ആൾക്കാരാണ്. അപ്പൊ ഒരെണ്ണം കൂടി ഉണ്ട്. സൗത്ത് കൊറിയയും കോങ്കോ. അസ്ലാമിന് മാർക്കില്ല കേട്ടോ. അസ്ലാമിന് മാർക്കില്ല. അതും സൗത്ത് കൊറിയ എന്ന് പറഞ്ഞില്ല, കൊറിയ എന്ന് മാത്രമേ പറഞ്ഞോളൂ. കൊറിയാനെങ്കിലും പറഞ്ഞില്ലേ, നീ പാകിസ്ഥാനൊക്കെ പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ ചിക്കൻ ബിരിയാണിക്ക് ബിരിയാണി പറഞ്ഞ മാർക്ക് കൊടുക്കാൻ പറ്റുമോ? ഒരു പോയിന്റ് കിട്ടിട്ടോ. അടുത്ത രതീഷ് ചേട്ടനോടാണ്. ഇത്ര പെട്ടെന്ന് പറ്റിയോ? ദണ്ഡി യാത്രയിൽ ആലപിച്ച ഗാനം. ആലപിച്ച ഗാനോ? രഘുപതി രാഘവ രാജാറാം. അടുത്ത സൂരജിന്റെ അടുത്തിട്ടാ. ഇന്ത്യയുടെ ഏറ്റവും വലിയ ദേശീയ ബഹുമതി. അയ്യോ അറിയില്ല. പാസ്. അസ്ലം ദൈവമേ, പാത്തു അവൻ കാണുന്നുണ്ട്. നിന്റെ ബുക്ക് അവൻ കാണുന്നുണ്ട്. ഞാൻ വിശ്വസിക്കില്ല. ഇത് ഞാൻ വിശ്വസിക്കില്ല. ക്യാമറ തിരിച്ചേ. അസ്ലം ഖാനുള്ള ചോദ്യം. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ ഗാന്ധിജിയുടെ പ്രഖ്യാപനം. അതല്ലേ ആസനം. നീ കടയിൽ പോയി ഉപ്പ് വാങ്ങൂലാന്ന്. അത് തെണ്ടിയാടാ. വിദേശ വസ്ത്ര ബഹിഷ്കരണം. അതല്ല പാസ് ചെയ്യട്ടെ. രതീഷ് പറഞ്ഞോട്ടെ. പോയി പനെ നായകസ്ഥാനം പോയി. ഇതിനകത്തുള്ള നടനോട് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. ഡോക്ടർ ബി.ആർ. അംബേദ്കർ. അവന്റെ പുസ്തകം കണ്ടോ?
രതീഷേട്ടനോടാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്ലൈമാക്സ് എന്ന പേരിൽ അറിയപ്പെട്ട സമരം ഏതായിരുന്നു? രണ്ടാം സ്വാതന്ത്ര്യ സമരം. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എണ്ണം പറയാൻ പറ്റുന്നില്ല. കറക്റ്റ് കാര്യം പറയണേ. ഇവിടെ എന്താണ് സമയം കഴിഞ്ഞു. പാസ്. സൂരജ് കമോൺ. സമരോ അല്ല കല്യാണം. അസ്സലാം. ക്വിറ്റിന്റെ സമരം. തടിയോട്. രാജ്യസഭാംഗം ആകാനുള്ള കുറഞ്ഞ പ്രായം. രാജ്യസഭ അംഗം അല്ലേ? 21 അല്ല 18 18 അല്ലേ? 25 25. പാസ് ചെയ്യട്ടെ? തെറ്റാണ്. പാസ്. 25 അല്ലേ? അല്ല. ഞാൻ കണ്ട എംപിമാരൊക്കെ വയസ്സന്മാരാ. 35 അല്ല. പാസ്. അതെ ഈ 25 മേലാണ് 25 താഴെയാണോ? അതൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അടുത്ത രതീഷേട്ടൻ. 35. തെറ്റാ തെറ്റാ. 30. അടുത്ത ക്വസ്റ്റ്യൻ അസ്ലാമിനോട്. കേരളത്തിൽ സത്യാഗ്രഹം നടന്ന സ്ഥലം ഏത്? പെട്ടു. കേരളത്തിലോ? അപ്പു ആലോചിച്ചോ? അറിയില്ല. ആ പാസ് പറഞ്ഞ അസ്ലാം പാസ് പറയാ ഉറപ്പാ. നിനക്കറിയാൻ പറ. രതീഷേട്ടൻ. തിരൂര്. അല്ല. ദണ്ഡി ദണ്ഡി ദണ്ഡി. കേരളത്തിൽ നീ കൈ പൊന്തിച്ചപ്പോഴേ എനിക്ക് തോന്നി മണ്ണ. കേരളത്തിലോ? മാസ്റ്റർ മാസ്റ്റർ തന്നെ പറഞ്ഞോളൂ മാസ്റ്റർ. പയ്യന്നൂർ. പയ്യന്നൂർ എന്നാ? അടുത്തത് ബേസിനോടുള്ള ചോദ്യമാണ്. അല്ല കഴിഞ്ഞില്ല ഇത്. 5 ക്വസ്റ്റ്യൻ ഒക്കെ ഉള്ളൂ. 5 എണ്ണം ഇപ്പൊ തന്നെ 15 എണ്ണം ചോദിച്ചിട്ടോ പാത്തു. അത് പാസ് ചെയ്ത് പോയതല്ലേ? മുടിയൊക്കെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം. അയ്യേ സിമ്പിൾ. അപ്പുവിന്റെ മുഖം നോക്ക് തിളങ്ങുന്നേ. അപ്പുവിന്റെ മുഖം തിളങ്ങുന്നത് കിട്ടാഞ്ഞിട്ടാണോ ഇനി അറിഞ്ഞിട്ടാണോ? കിട്ടാഞ്ഞിട്ടോ? അറിയില്ല. അപ്പു രതീഷേട്ടൻ. 52 ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു എത്രയെന്നും. എപ്പോ പറഞ്ഞു? ഞാൻ കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു അത് പാസ് ചെയ്തതിനു ശേഷം പറഞ്ഞ കാര്യമൊന്നുമില്ല. അത് ശരി, നീ പാസ് ചെയ്തില്ല, അറിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടാ പറഞ്ഞേ. അപ്പുകുട്ടി കൊടുത്തോ? അപ്പുകുട്ടി കൊടുത്തോ? ഒരു പോയിന്റ് പോട്ടെ. അടുത്ത രതീഷേട്ടന്. ഇത് ലാസ്റ്റ് റൗണ്ട് ആണോ? ലാസ്റ്റ് റൗണ്ട്. രതീഷേട്ടൻ എടുത്തിട്ടാ. ഗാന്ധിജിയുടെ മാതാപിതാക്കൾ. കരംചന്ദ് ഗാന്ധി, പുത്തലിബായി. സൂരജിന്റെ അടുത്താണ്. ഗാന്ധിജി ജനിച്ചത് എവിടെ? സൗത്ത് ആഫ്രിക്ക പറഞ്ഞു. പോർബന്ദർ ഗുജറാത്ത്. അടുത്ത് അസ്ലാമിനോട്. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമം എവിടെയാണ്? ഡൽഹി രാജ്കോട്ട് അല്ലേ? ഡൽഹിയിലെ രാജ്യം. അടുത്തത് ബേസിലിന്റെ അടുത്താണ് ട്ടോ. ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ഗാന്ധിജിയുടെ ആത്മകഥ. ഇത് ചതിയാണ്. ലാസ്റ്റ് റൗണ്ട് ആയതുകൊണ്ട് എല്ലാവർക്കും എളുപ്പം തന്നെ. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഇംഗ്ലീഷ് പറയണം. ഇല്ല ഇംഗ്ലീഷ് പറഞ്ഞില്ല, മാർക്ക് കൊടുക്കരുത്. രതീഷേട്ടൻ പിരിച്ചു കൊണ്ടാല് അരമാർക്ക് കിട്ടുന്നല്ലോ. സൂരജിന് 2. ഇയാളൊക്കെ പുള്ളി എന്നോ അസ്ലംകാക്ക് 2.5. ബേസിലിന് 4. പുള്ളി എളുപ്പ ക്വസ്റ്റ്യൻ ചോദിച്ചേ. അപ്പൊ വിജയായിട്ട് പ്രഖ്യാപിച്ചത് രതീഷേട്ടനെ. അടുത്ത ആഗസ്റ്റ് 1 കൂടി എഴുതാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ പാത്തുന്റെ ഗിഫ്റ്റ് അടുത്ത ഓഗസ്റ്റ് 15 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തുട്ടാ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഓക്കെ, ബൈ ബൈ ബൈ. ഓക്കെ, എന്റെ പാത്തൂസെ എന്നോട് കുറച്ച് ദയ കാണിക്കണ്ടേ? ഇത് ക്വസ്റ്റ്യൻസ് എന്നോടൊക്കെ ചോദിച്ചത്. ഓഹോ, അപ്പൊ അങ്ങനെയല്ലേ മനുഷ്യനോട് വെറുതെ ചോദിക്കണമെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ട് മനുഷ്യനെ. എന്തായാലും പരിപാടി ഉഷാറായില്ലേ? പരിപാടി ഉഷാറായി. നമ്മ ഇൻഡിപെൻഡൻസ് ഡേ ഫീൽ ഒക്കെ വന്നു. ആരാ പരിപാടി പാത്തുടാ? സമ്മതിക്കണം.